ജാപ്പാനീസ് ബൂഡോ കരാത്തെ സ്കൂൾ ഇന്റർനാഷണലിന്റെ കീഴിൽ വിവിധ ശാഖകളിലായി കരാത്തെ പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റിന് മുന്നോടിയായുള്ള കരാത്തെ ടെക്നിക്കൽ സെമിനാർ തലശ്ശേരി ബീനസ് കോർണറിലെ സ്പോർട്സ് അറീന ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ തലശ്ശേരി സെന്റർ ഇൻചാർജ് ടി.സി. മനോജ് ഉദ്ഘാടനം ചെയ്തു. നിഹോൺ ഷോട്ടോക്കാൻ കരാത്തെ ഫെഡറേഷൻ കേരള ചീഫ് സെൻസായി സി.എൻ. മുരളി അധ്യക്ഷനായി. കരാട്ടെ പല സമയങ്ങളിലും വളരെ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് പല പ്രോഗ്രാമുകളും നടത്തിയിട്ടുണ്ട്. വളരെ സുന്ദരകരമായ ഈ പുറത്ത് ഈയിടയ്ക്ക് നടന്ന ഒരു പ്രോഗ്രാം ഞാൻ കണ്ടു. പല ടെസ്റ്റാണ് വളരെ അച്ചടക്കത്തോടും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. നിങ്ങൾ ഇരിക്കുന്നതും നിങ്ങളുടെ ഭാവത്തിലും ഉണ്ടായിരിക്കുന്ന ഒരു ഡിസിപ്ലിൻ, സ്പോർട്സിന്റെ വലിയൊരു കാര്യം, നമ്മൾ ഏൺ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഡിസിപ്ലിനാണ്. രാവിലെ എഴുന്നേൽക്കണം. ഞാൻ എൻ്റെ വീട്ടിൽ പറയാറുണ്ട്, ഞാൻ ഒരു 5-5:30 ശേഷം എനിക്ക് കിടക്കാൻ പറ്റില്ല ബെഡിൽ, ഇങ്ങനെ മുള്ളുകൊള്ളുന്ന പോലെ. വർഷം 1982 മുതൽ ഞാൻ അതിന് മുമ്പേ സ്പോർട്സ് ചെയ്യുമായിരുന്നെങ്കിലും ഹോസ്റ്റലിലേക്ക് എത്തിയതിനു ശേഷം ഒരു 6 മണി എന്ന് പറയുന്ന സമയത്തിന് ശേഷം കിടക്കാൻ പറ്റില്ല. ഇങ്ങനെ മുള്ളുകൊള്ളുന്ന പോലെയാണ്. പുറത്തിറങ്ങണം, ഗ്രൗണ്ടിൽ പോകണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇത് വലിയൊരു ഡിസിപ്ലിൻ തരുന്നതാണ്. നേരത്തെ എഴുന്നേക്കാനും നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കുന്നത് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് ഈസ് ദ വെൽത്ത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ചെറുപ്രായത്തിൽ നിങ്ങൾ തുടങ്ങി വെച്ചാണ്. സാൻജോസ് മെട്രോപൊളിറ്റൻ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ഫാദർ അഖിൽ മാത്യു മുക്കുഴി മുഖ്യാതിഥിയായിരുന്നു. ജപ്പാനിലെ നിഹോൺ ഷോട്ടോക്കാൻ കരാത്തെ ഫെഡറേഷന്റെ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ദേശീയ കരാത്തെ സംഘടനയായ NSKF ഇന്ത്യയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഷിഹാൻ വിനീത് ധാനു, ഷിഹാൻ അനിൽ മാലി തുടങ്ങിയവർ ബ്ലാക്ക് ബെൽറ്റ് ക്യാമ്പിന് നേതൃത്വം നൽകി. ജാപ്പാനീസ് ബൂഡോ കരാത്തെ സ്കൂളിന്റെ വിവിധ ശാഖകളിൽ കുറഞ്ഞത് 5 വർഷമോ അതിലധികമോ കരാത്തയിൽ പ്രാവീണ്യം നേടിയ വിദ്യാർത്ഥികളെ മാത്രമാണ് ബ്ലാക്ക് ടെസ്റ്റിന് പങ്കെടുക്കുവാൻ വേണ്ടി പരിഗണിക്കുന്നത്. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ബ്ലാക്ക് ബെൽറ്റും ജാപ്പാനീസ് സർട്ടിഫിക്കറ്റും ജാപ്പാനീസ് ഗ്രാൻഡ് മാസ്റ്റർ ഷുസേക്കി ഷിഹാൻ പെമ്പ തമാങ് ഏപ്രിൽ അവസാന വാരം തലശ്ശേരിയിൽ വിദ്യാർത്ഥികളുടെ പരിശീലന മികവ് വിലയിരുത്തിയതിനു ശേഷം നടക്കുന്ന ബ്ലാക്ക് ബെൽറ്റ് ദാന ചടങ്ങിൽ നൽകും. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.